എസെക്കിയേലിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 4-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. ഉപരോധവും പ്രവാസവും പ്രതീകങ്ങളിൽ. മനുഷ്യപുത്ര, നീ ഒരു ഇഷ്ടികയെടുത്ത് മുമ്പിൽ വെച്ച് അതിൽ ജെറുസലേം പട്ടണത്തിന്റെ പടം വരയ്ക്കുക. അതിനെതിരെ ഉപരോധം ഏർപ്പെടുത്തുക. ഒരു കോട്ടയും മൺഭിത്തിയും ഉയർത്തുക. ചുറ്റും പാളയം പണിയുക. എല്ലായിടത്തും യന്ത്രമുട്ടി സ്ഥാപിക്കുക. ഒരു ഇരുമ്പ് തകിടെടുത്ത് നിനക്കും പട്ടണത്തിനും മധ്യേ ഇരുമ്പ് മതിലെന്ന പോലെ സ്ഥാപിക്കുക. അതിന് അഭിമുഖമായി നിൽക്കുക. നീ അതിനെ ആക്രമിക്കാൻ പോവുകയാണ്. ഉപരോധം ബലപ്പെടുത്തുക. ഇത് ഇസ്രായേൽ ഭവനത്തിന് അടയാളമായിരിക്കും. നീ ഇടത്തുവശം ചരിഞ്ഞ് കിടക്കുക. ഇസ്രായേൽ ഭവനത്തിന്റെ പാപം ഞാൻ നിന്റെ മേൽ ചുമത്തും. അങ്ങനെ നീ കിടക്കുന്നിടത്തോളം നാൾ അവരുടെ പാപഭാരം നീ ചുമക്കും. ഞാൻ നിനക്കായി നിശ്ചയിച്ചിരിക്കുന്ന ദിവസങ്ങളുടെ എണ്ണം അവരുടെ ദുഷ്ടതയുടെ വത്സരങ്ങൾക്കനുസരിച്ചാണ്. 390 ദിവസം ഇസ്രായേൽ ഭവനത്തിന്റെ പാപഭാരം അത്രയും നാൾ നീ വഹിക്കണം. അത് പൂർത്തിയാക്കിയ ശേഷം നീ വലതുവശം ചെരിഞ്ഞ് കിടക്കുക. യൂദാ ഭവനത്തിന്റെയും പാപഭാരം നീ വഹിക്കണം. 1 വർഷത്തിന് 1 ദിവസം വെച്ച് 40 ദിവസം നിനക്കായി ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. നീ ജെറുസലേമിന്റെ ഉപരോധത്തിന് നേരെ മുഖം തിരിക്കുക. നിന്റെ കൈ നഗ്നമാക്കിക്കൊണ്ട് നഗരത്തിനെതിരായി പ്രവചിക്കണം. നിന്റെ ഉപരോധത്തിന്റെ ദിനങ്ങൾ പൂർത്തിയാകുന്നതുവരെ നീ ഒരു വശത്തു നിന്ന് മറുവശത്തേക്ക് തിരിയാതിരിക്കാൻ ഇതാ നിന്നെ ഞാൻ കയറുകൊണ്ട് വരിഞ്ഞു കെട്ടുന്നു. ഗോതമ്പ്, ബാർലി, പയർ, തുവര, തിന, ചോളം എന്നിവ ഒരു പാത്രത്തിലെടുത്ത് അതുകൊണ്ട് അപ്പം ഉണ്ടാക്കുക. നീ വശം ചെരിഞ്ഞു കിടക്കുന്ന കാലം മുഴുവൻ 390 ദിവസവും അത് ഭക്ഷിക്കണം. ഒരു ദിവസം നീ 20 ഷെക്കൽ മാത്രമേ ഭക്ഷിക്കാവൂ. അത് പല പ്രാവശ്യമായി ഭക്ഷിക്കണം. വെള്ളവും അളവനുസരിച്ച് കുടിക്കാവൂ. അത് ഹിന്നിന്റെ 1/6 പല പ്രാവശ്യമായി കുടിക്കുക. ബാർലിയപ്പം പോലെ വേണം നീ അത് ഭക്ഷിക്കാൻ. അവരുടെ കൺമുൻപിൽ വെച്ച് മനുഷ്യമലം കൊണ്ടുവേണം അത് ചുട്ടെടുക്കാൻ. കർത്താവ് അരുളി ചെയ്തു, ബാർലിയപ്പം പോലെ വേണം നീ അത് ഭക്ഷിക്കാൻ. അവരുടെ കൺമുൻപിൽ വെച്ച് മനുഷ്യമലം കൊണ്ടുവേണം അത് ചുട്ടെടുക്കാൻ. കർത്താവ് അരുളി ചെയ്തു, ഞാൻ ചിതറിക്കുന്ന ഇടങ്ങളിൽ, വിജാതിയരുടെ ഇടയിൽ ഇസ്രായേൽ മക്കൾ ഇതുപോലെ അശുദ്ധമായ അപ്പം ഭക്ഷിക്കും. ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, ഞാൻ ഒരിക്കലും എന്നെ മലിനപ്പെടുത്തിയിട്ടില്ല. ചെറുപ്പം മുതൽ ഇന്ന് വരെ ഞാൻ ഒരിക്കലും ചത്തതോ വന്യമൃഗങ്ങൾ കൊന്നതോ ആയ ഒന്നിനെയും ഭക്ഷിച്ചിട്ടില്ല. ചീഞ്ഞ മാംസം ഞാൻ ഒരിക്കലും രുചിച്ചിട്ടില്ല. കർത്താവ് എന്നോട് അരുളി ചെയ്തു, ഇതാ അപ്പം ചുടുന്നതിന് മനുഷ്യമലത്തിന് പകരം പശുവിൻ ചാണകം ഉപയോഗിക്കാൻ നിന്നെ ഞാൻ അനുവദിക്കുന്നു. അവിടുന്ന് തുടർന്നു, മനുഷ്യപുത്ര, ജെറുസലേമിൽ അപ്പത്തിന്റെ അളവ് ഞാൻ കുറയ്ക്കും. അവർ ഭയത്തോടെ അപ്പം തൂക്കി ഭക്ഷിക്കുകയും പരിഭ്രാന്തിയോടെ വെള്ളം അളന്നു കുടിക്കുകയും ചെയ്യും. അങ്ങനെ അവർക്ക് അപ്പവും വെള്ളവും ഇല്ലാതാവുകയും അവർ പരിഭ്രാന്തിയോടെ പരസ്പരം നോക്കുകയും അവരുടെ ദുഷ്കൃത്യങ്ങൾ മൂലം നശിച്ചു പോവുകയും ചെയ്യും.